ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബ്രൂണോയെ ഒന്നും കാണുന്നില്ല, അതുപോലെ തന്നെ ചിന്നുനെയും മിന്നുനെയും ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രൂണോ എൻ്റെ തൊട്ട് പുറകെ നിൽപ്പുണ്ട്, പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അല്ലേ ബ്രൂണോ? വേണ്ട, അവിടെ നിന്നോട്ടോ, അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണേ, അവരെല്ലാവരും കണ്ടോണ്ട് നിന്നോണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് വാളരി കൃഷിയാണ്. അപ്പം വാളരി കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞോട്ടെ. അപ്പം നമ്മുടെ കമൻറ്റിൽ വന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോ കൃഷി കാണിക്കുമ്പോഴും ചിലർ നല്ല ഇതിലെടുക്കും, ചിലർ എന്തോ എത്ര അങ്ങ് വിസ്തരിച്ച് പറയാൻ എന്താണ് വിശദീകരിക്കുന്ന എന്തിനാണ്, അങ്ങോട്ട് മണലിട്ടിട്ട് ഇനി പിടിച്ചിട്ട് കായങ്ങ് വിച്ചുന്ന കാണിച്ചാൽ പോരെ, അല്ലെ പറഞ്ഞാൽ പോരെ, അടക്കം പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അങ്ങനെയാണോ? അല്ല. അതിനെ നല്ല രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം, നല്ല രീതിയിൽ ചെയ്ത് കാണിക്കണം, നല്ല രീതിയിൽ വിളവെടുക്കുന്നത് കാണിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അതൊരു രസമായിട്ട് തോന്നത്തുള്ളൂ, അല്ലേ, അവർക്ക് ചെയ്യണമെന്നും തോന്നുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ മിക്കതും കാണിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്തിട്ട് വിജയിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാറുള്ളൂ. അത് പിന്നെ മരുന്നുകൾ, അത് തളിക്കുന്ന മരുന്നുകളാണെങ്കിൽ കൂടിയും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ചെടി കരിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമില്ല, കാരണം അത് പരീക്ഷണം നടത്തിയിട്ട് വിജയിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവർക്കും അത് പ്രയോജനമാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ കുഴിച്ചിട്ട് കാ പിടിക്കുന്നു പെട്ടെന്ന് അങ്ങനെ കാണിക്കാവുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാണ്. നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും തറ, പറ, പന, പത ഇതൊക്കെ പഠിച്ചിട്ടാണ് മലയാളം പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ ഇങ്ങനെയാണ് പഠിച്ച് തുടങ്ങുന്നത്, അല്ലേ, തുടക്കം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിനപ്പുറത്തോട്ടൊന്നും പഠിക്കത്തില്ല. കുഞ്ഞു പിള്ളേർ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം എനിക്ക് പിന്നെ അവരെ സ്കൂളിൽ വേണ്ട കാര്യമില്ലല്ലോ, നമുക്കങ്ങ് പറഞ്ഞു കൊടുത്താൽ പോലെ, നമ്മളും പഠിച്ചതല്ലേ അത്, അതല്ല കാര്യം. പക്ഷെ അവർ പിന്നെ നല്ലൊരു അധ്യാപകരുടെ മുമ്പിൽ അതേ ചിട്ടയിലും ശിക്ഷണത്തിലും പഠിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിന് നമ്മൾ വലിയ സ്കൂളിലൊക്കെ വിട്ട്, നല്ല സ്കൂളിലൊക്കെ വിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് കൃഷിയുടെ കാര്യത്തിലായാലും. ഒരു കുഞ്ഞു വിത്തിനെ നമ്മൾ പിന്നെ അതിനെ കുഴിച്ചിടുന്നു, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു പൂവ്, കായ വളർന്നു വരുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതേ രീതി തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അതേ രീതി തന്നെയാണ് ഈ ഒരു ചെടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരും. പിന്നെ ഭക്ഷണം കൊടുക്കേണ്ടതായ സമയത്ത് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കുക. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം, ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തും. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, അല്ലേ, ചൂടാകുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും. അതുപോലെ തന്നെയാണ് ഈ കൃഷിയുടെ കാര്യത്തിലും എല്ലാ ചെടികൾക്കും ഉണ്ടാകും. പറഞ്ഞത് കൂടിപ്പോയെന്ന് അറിയത്തില്ല, കൂടിപ്പോയെങ്കിൽ ക്ഷമിച്ചേക്കാം. ഇനി നമുക്ക് വാളരി കൃഷിയിലോട്ട് പോകാം. അപ്പം ഇതാണ് വാളരി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞു പ്രായത്തിലാണ് താഴെ വെച്ച് തന്നെ കാ പിടിച്ചിരിക്കുക. ഞാനത് വിത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിർത്തിയിരുന്നത്, പിന്നെയും വരുന്നുണ്ട്. കുഞ്ഞു പ്രായത്തിലേ ഇത് കിളിച്ച് വരും കേട്ടോ. അപ്പം അതിൻ്റെ അരി ഞാൻ അന്ന് എല്ലാം കൂടെ കുഴിച്ചിട്ട് ഇപ്പം വീഡിയോ എടുക്കാണ്ട് സാധിച്ചില്ല. ഇപ്പം നമ്മുടെ സബൂറ അയച്ചു തന്നതിനകത്ത് പിന്നെ 5-6 വിത്തുകളുണ്ട്. അത് കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ നല്ലതാണ് തോരൻ വെക്കുക. പിഞ്ച് പരുവത്തിലേ പിച്ച് തോരൻ വയ്ക്കണം. ഇതിപ്പോൾ ഇച്ചിരി മുറ്റിയില്ല. ഇതിപ്പം പന്തലൊക്കെ കെട്ടി, മേലോട്ട് പന്തലൊക്കെ കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. മുറ്റത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ മതിലിൻ്റെ സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഇത് പെട്ടെന്ന് വളർന്ന മരത്തിലെല്ലാം അങ്ങ് പടർന്ന് പന്തലിച്ച് കയറുന്നതാണ്. അപ്പോൾ ഞാൻ 3-4 എണ്ണത്തിനകത്ത് ഇവിടെ വെച്ചിരുന്നതായിരുന്നു. അപ്പം അത് നമ്മുടെ ഒരു റിലേറ്റീവ്സ് വന്നപ്പം പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് വളർന്ന് കയറും, അപ്പോൾ അത് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് എല്ലാം മാറ്റി ഒരു ഗ്രോ ബാഗിനകത്ത് ഒരെണ്ണം മാത്രം നട്ടു. ബാക്കി 2-3 വലിച്ചു പിഴുതപ്പെടുത്തി അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയി. പിന്നെ ഒരെണ്ണം കിട്ടി, അത് മുരിങ്ങയുടെ മൂട്ടി നട്ടിരിക്കുകയാണ്. ഒരു മുടിനെ എടുത്ത് മുരിങ്ങയുടെ മൂട്ടി കൊണ്ട് നട്ടു. അതിലും ദാണ്ട കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ താഴെ തന്നെ കാ പിടിച്ചു. ഇനിയും പൈസ കൊടുത്ത് വിത്ത് വാങ്ങിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നിർത്തിയിരുന്നപ്പോഴാണ് നമ്മുടെ സബൂറ കുട്ടി എനിക്ക് വിത്ത് അയച്ചു തന്നത്. ഇത് കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിച്ചാം. ഇപ്പം വെറും പിഞ്ചാണിത്. കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കത് പിച്ചെടുക്കാം. അതിനകത്ത് ഈ ഉറുമ്പ് ശല്യം കൂടുതലാണ്. ഉറുമ്പ് വന്നിട്ട് ഈ പൂവെല്ലാം കുത്തിക്കളയും. അപ്പോൾ നമ്മൾ ഒന്നി ഫോഴ്സിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൊണ്ടിട്ട് കൊടുത്താലും മതി. ഇതിനിടയിലൂടെ നിത്യവഴുതനങ്ങയും കയറി വരുന്നുണ്ട്. ഒരാഴ്ചയും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാളരിയൊക്കെ കാര്യമായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് പിച്ചേണ്ട സമയമായിരിക്കുകയാണിത്. അതുകൊണ്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് എങ്ങനെയാണ് നടുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ വാളരിപ്പയർ എങ്ങനെയാണ് കുഴിച്ചിടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഗ്രോ ബാഗ് പഴയ ഗ്രോ ബാഗ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇരിക്കുന്ന മണ്ണാണെങ്കിൽ കൂടിയും അല്ല നമ്മൾ പുതിയ നിറയ്ക്കുന്ന രീതിയാണെങ്കിലും പല രീതിയിലുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കതൊരു വിരസതയായി തോന്നിയേക്കാം. എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിലിരിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തട്ടി മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിലാണ് മാറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് പുതിയ കരിയില നിറച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണ്, ചാണകവും കുമ്മായവും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണ് ഈ ഗ്രോ ബാഗിനകത്തോട്ട് ഒരു അരഭാഗം നിറയ്ക്കണം. ഇപ്പം ഞാനിത് ഇങ്ങനെ ഇപ്പം എന്തായാലും മൊത്തത്തിൽ തട്ടി മാറ്റിയൊന്നുമല്ല, പകുതി തട്ടി മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതായ ഗ്രോ ബാഗാണിത്. അപ്പം അതിനകത്തോട്ട് സ്വല്പം വളവും കുമ്മായും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടില്ല, അടിയിൽ സ്വല്പം കരിയില ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പം മനസ്സിലാകത്തില്ല, ചിലപ്പം പഴയത് നോക്കുമ്പം കണ്ടില്ല എന്ന് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ നടാൻ പോകുന്നത് വാളരിപ്പയർ. കണ്ടില്ല, വാളരിപ്പയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, നല്ല വെളുത്ത് നല്ല വലിയ മുഴുത്ത പയറായിരിക്കും. ഇത് നമ്മൾ ഗ്രോ ബാഗിൽ ഒരെണ്ണം നട്ടാൽ മതി, അതാണ് നല്ലത്. അഥവാ രണ്ടെണ്ണം നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എവിടെയെങ്കിലും മരത്തിൻ്റെ മൂട്ടിലോട്ടൊക്കെ നമ്മൾ മാറ്റി നട്ടാൽ അത് നല്ലതുപോലെ പടർന്ന് കയറുകയും ചെയ്യും, കാ പിടിക്കുകയും ചെയ്യും. ഞാൻ ഒരെണ്ണം മുരിങ്ങയുടെ മൂട്ടിലും നട്ടിട്ടുണ്ട്, ഒരെണ്ണം ഗ്രോ ബാഗിനകത്തും നട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് രണ്ടെണ്ണം ഞാൻ നടുകയാണ്. അപ്പോൾ ഒരു നമ്മുടെ കൈയിൻ്റെ ഒരു വിരലിൻ്റെ പകുതി വേണം താഴ്ത്തി വേണം ഈ വിത്ത് നടാനായിട്ട്. ഒന്നും കൂടെ അതിൽ നട്ടേക്കാം. നല്ലതുപോലെ വളർന്നു വന്നാലും ഒന്നിനെ മാറ്റി നട്ടേക്കാം. എൻ്റെ മണ്ണെന്ന് പറയുന്നത് നല്ല കറന്നിരിക്കുന്ന മണ്ണാണ് നട്ടേക്കാം. ഗ്രോ ബാഗ് നമ്മൾ എടുക്കുമ്പോൾ നല്ല പകുതി ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ആദ്യം ചെയ്യാൻ. പിന്നെ നമ്മുടെ ചെടി വളരുന്നതിനനുസരിച്ച് ഇത് നിവർത്ത് കൊടുത്തതിന് ശേഷം വേണം വളവും ഒക്കെ ഇടാനായിട്ട്. നിവർത്തി വയ്ക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് രീതിയും കാണിച്ചത്, ഒന്ന് പിന്നെ നട്ട രീതി പടർന്ന രീതിയാണ് ഒന്ന് കാണിച്ചത്. അത് പിന്നെ മരത്തിൻ്റെ മൂട്ടിലും ഗ്രോ ബാഗിനകത്തും ഇത് നടാമെന്ന്, മണ്ണില്ലാത്തവർക്ക് ഗ്രോ ബാഗിനകത്ത് നടാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതല്ലേ. എന്നും ചിലപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക തന്നെ തിന്നുമ്പോൾ നമുക്ക് വിരസത തോന്നാം. അപ്പോൾ പിന്നെ പയർ മാത്രമാണെങ്കിലും അപ്പോൾ എല്ലാം മാറി നമ്മൾ നട്ടാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാനായിട്ട് സാധിക്കും. ഈ വാളരി കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം. മിന്നു ഒക്കെ കണ്ടില്ലേ, വളർന്ന് വലിയ പിള്ളേരായി, പാവം. മിന്നു ചക്കര കുട്ടിയാണോ എൻ്റെ മിന്നുമുള്ളേ. മിന്നുവിനെ എല്ലാവരും തിരക്കുന്ന മിന്നുവിനെയും കേട്ടോ. എല്ലാവർക്കും കാണണമെന്ന്. ഇത് കാണണ്ടായോ? എല്ലാവരും കാണണ്ടായോ? ചിന്നുവിനെ എല്ലാവരും കണ്ടായോ? മിന്നുവിനെ